കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് ഞങ്ങളുടെ ആത്മകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നമ്മുടെ പാട്ടുകളെ പാടിയെങ്കിലും പ്രായപ്പാടിയാകണമേ. ദൈവദാസന്മാർക്കൂടെ നല്ല പ്രശ്നമായ വചനങ്ങളെ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഭാഷകളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന യേശു നാമത്തിൽ തന്നെ സ്തോത്രം. ഹാലയില് നമുക്കറിയാവുന്ന പാട്ട് സ്തുതിപ്പിൻ ദൈവം തന്നെ എന്നുള്ള പാട്ട് ആദ്യം പാടി പൂർത്തിയാട്ടെ. സ്തുതിപ്പിൻ ദൈവജനമേ,
പോയതാ അതിനായി ഞങ്ങളെ ഒരുക്കവേ ഭവാൻ ആമേൻ കർത്താവേ വരണമേ അതിനായി ഞങ്ങളെ ഒരുക്കവേ ആമേൻ കർത്താവേ വരണമേ വേണ്ട വേണ്ട ലോകേമ്പമായുഷ്കാലമൊക്കവേ തൻ്റെ വാരവൊന്നു മാത്രം എൻ്റെ ആശേ വേണ്ട വേണ്ട ലോകേമ്പമായുഷ്കാലമൊക്കവേ തൻ്റെ വാരവൊന്നു മാത്രം എൻ്റെ ആശേ ഉണ്ടോ ഏനെ കാലദൈർഘ്യം എത്ര
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ പ്രിയ സഹോദരി, ആത്മാവിൽ പാടുവാൻ പാട്ടുണ്ട്, എന്നാൽ ആത്മാവിൽ പാടുവാൻ പ്രിയ ജോളി സിസ്റ്ററെ കർത്താവ് ഈ സഭയ്ക്കൊരു അനുഗ്രഹമാക്കി ഇരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. തൻ്റെ കൃപാവരങ്ങളും അല്ലെങ്കിൽ ജ്വലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ 2 ദിവസമായി ചില വിഷയത്തിനകത്ത് ഭാരപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു രോഗം എന്നെ കയറി അറ്റാക്ക് ചെയ്തു. ഞാൻ നിൽക്കുന്ന നിപ്പിൽ മറിഞ്ഞു പോവുക, ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുക, ചില സമയത്ത് മറിഞ്ഞു പോകുന്ന സമയത്ത് അയ്യോ എന്ന് വിളിക്കാറുണ്ട്. 2 ദിവസമായി, മിനിഞ്ഞാന്നും ഇന്നലെയുമായിട്ട് നടന്നൊരു സംഭവമായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് രക്ഷയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുവാനായി പ്രാർത്ഥനാ മുറിയിൽ കയറി, എൻ്റെ ഭവനത്തിലെ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഒരു വേർഡ് ദൈവം തന്നു, ആവി. എന്താ? ആവി. ആ വാക്കിനെ പിടിച്ച് ശാസിക്കാൻ തുടങ്ങി. ഈ ആവി എന്ന എന്നെ കറക്കുന്ന ഈ ആവി എന്ന ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പറയുകയും ആ ആവിയുടെ ശക്തി വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നോർമലായി. ഒത്തിരി കഷ്ടപ്പെട്ട് 2 ദിവസം. ഇന്ന് ഈ പാട്ടിനകത്തുണ്ടായിരുന്നു ഒത്തിരി മർമ്മങ്ങൾ. പോരുകൾ ആഞ്ഞടിക്കും, പോരാട്ടം ആഞ്ഞടിക്കും. ആ പോരിലോ പോരാട്ടത്തിലോ തളർന്നു പോകാതെ വേണം ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആ പോരാട്ടത്തെ ശാസിച്ച് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുവാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റു. എന്നാൽ ഇന്ന് രാത്രി 3:14 ഹല്ലേലൂയ വെളുപ്പിന് 3 ഈ രാത്രികളിലാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. എടുത്ത് വായിക്കാനൊരു വാക്യം തന്നു. ഹല്ലേലൂയ. ഞാനത് ഇന്ന് അതൊരു മെസ്സേജായിട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 17-16 തൊട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇതൊരു പ്രോഫസി വചനമാണ്. ഇത് എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനമാണ്. കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ,
വചനം, വചനത്തിൻ്റെ ശക്തി. ഈ വചനം എന്നോട് സംസാരിച്ചെങ്കിൽ ഒരു വലിയ പ്രവൃത്തിക്കായി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ അത് കാണും. ഹല്ലേലൂയ. എന്നാൽ 20-ാം വാക്യം, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോൻ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്ത് കൊച്ചു കാര്യമാണ് ഇത്. ഇത് ദൈവം പറഞ്ഞെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്ന വിഷയത്തിന് മേൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയെന്ന് നാം ചിന്തിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നിറയോ, നിറഞ്ഞു കവിയോ. ഇപ്പോൾ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ തോന്നിയാലും പ്രവർത്തിക്കുവാൻ ശക്തൻ നമ്മുടെ മധ്യത്തിലുണ്ട്. താങ്ക് യു ലോർഡ്. ഇനിയും പാസ്റ്റർ സജീവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പാസ്റ്റർ വർഗീസ് പി ചാക്കോ, ഹല്ലേലൂയ, നമ്മുടെ സജീവ് പാസ്റ്റർ ദൈവവചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഈ ദൈവവചനം നമുക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കി തന്റെ ദാസനെ ഇവിടെ കൊണ്ടുവന്ന്, ഹല്ലേലൂയ, ഈ സഭയുടെ പാസ്റ്ററാണ്. നമുക്ക് വേണ്ട ദൂത് തന്റെ ദാസനെ കൂടെ നമ്മളോട് കേൾപ്പിക്കാൻ പോവുകയാണ്. ജാഗ്രതയോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ, ഏകാഗ്രതയിൽ ഇരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ സജി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം, വാത്സല്യ സഹോദരിമാരെ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എളിയവൻ്റെ വന്ദനം. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹം തന്നെയാണ്. നാളുകളിലും ഇവിടെ വന്ന പ്രിയപ്പെട്ടവരൊക്കെയും വിശ്വാസത്തോടെ ആയിരുന്ന പ്രിയപ്പെട്ടവരൊക്കെയും അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 16-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. വലിയതും വാതിൽ തന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. ഒന്നുകൂടെ വായിക്കാം. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വലുതും ഫലവത്തായതുമായ ഒരു വാതിൽ. ഹല്ലേലൂയ ലോർഡ്. ദൈവം എപ്പോഴും കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ചല്ല, തൻ്റെ മഹത്വത്തിനനുസരിച്ചാണ്. Praise the Lord. നാം പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ മഹത്വത്തിന് തക്കവണ്ണം. Praise the Lord. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരിക എന്നുള്ളതല്ല കർത്താവിൻ്റെ പദ്ധതി. എന്നോട് ചോദിച്ച വ്യക്തിക്ക് എൻ്റെ മഹത്വത്തിന് തക്കവണ്ണം മറുപടി കൊടുക്കുകയെന്നുള്ളത്. മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടാതെ എൻ്റെ മുമ്പിൽ കൈ നീട്ടിയ വ്യക്തിയെ എൻ്റെ മഹത്വത്തിന് തക്കവണ്ണം മാനിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുൻപാകെ പോയി ക്ഷമയോടെ മുട്ടാതെ എൻ്റെ അടുക്കൽ രാപ്പകൽ മുട്ടുന്ന വ്യക്തിക്ക് എൻ്റെ മഹത്വത്തിന് തക്കവണ്ണം മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ ആത്മീകമാകുന്ന വിടുതലായിരിക്കാം, അതൊരു പക്ഷേ രോഗത്തിൻ്റെ മേലുള്ളൊരു വിടുതലായിരിക്കാം, അതൊരു പക്ഷേ ഫൈനാൻഷ്യലായിട്ടുള്ള പണപരമായ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ദൈവത്തോട് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മാനുഷിക കരങ്ങളിൽ കൂടുതൽ ആശ്രയിക്കാതെ, ചോദിക്കേണ്ടെന്നല്ല, എന്നാൽ മാനുഷിക കരങ്ങളിൽ കൂടുതൽ ഡിപ്പെൻഡ് ആകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ കാലിൽ നിന്നുകൊണ്ട് ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ലജ്ജ കൂടാതെ മുട്ടുമ്പോൾ ദൈവം തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണമാണ്, ദൈവത്തിന്റെ മഹത്വത്തിന് തക്കവണ്ണം മറുപടി നൽകുന്ന ദൈവമാണ്.
Praise the Lord. അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ സുവിശേഷീകരണ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് ഈ വാക്കെങ്കിൽ തന്നെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിന് പ്രാധാന്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനാകുന്ന പൗലോസ് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അനന്യാസിലൂടെ തൻ്റെ ഹിതം പൗലോസിനോട് അറിയിച്ചു. ജാതികളുടെ മുൻപിൽ, ഇസ്രായേലിൻ്റെ മുൻപിൽ, രാജാക്കന്മാരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു മാനപാത്രമാണ് ഈ പ്രിയപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ പറ്റിയുള്ള ചരിത്രം നോക്കിയാൽ ഈ മാർഗത്തെ നശിപ്പിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. വീട് വീടാന്തരം കയറി ഇറങ്ങി എന്ത് ചെയ്തതാണ്? ആ ജനത്തെ പീഡിപ്പിച്ചവനാണ്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ആ വ്യക്തിയെ പറ്റിയുള്ള എൻ്റെ ഹിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടിയും ജാതികൾക്ക് വേണ്ടിയും ഉന്നതന്മാരുടെ മുൻപിലും എൻ്റെ സുവിശേഷവുമായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെ ഞാൻ വേർതിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന നിലയിൽ പറഞ്ഞാൽ, അനന്യാസേ, നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, ഈ വ്യക്തിയെ പറ്റി നിനക്ക് ഒരു ചിന്തയുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ മാർഗക്കാരെ തെരഞ്ഞു പിടിച്ച് എന്ത് ചെയ്യുന്നതാണ്? ക്രൈസ്തവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാൻ ഇവന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. വരും നാളുകളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി എന്റെ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ലജ്ജ കൂടാതെ വീട് വീടാന്തരം കയറി ഇറങ്ങി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഈ പൗലോസിന് പല നിലകളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതെല്ലാം നിലയിലുള്ള തടസ്സങ്ങളാണ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിനെപ്പറ്റി എല്ലാം എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തൻ്റെ മുൻപിലുള്ള തടസ്സങ്ങളായി തന്നെ നിൽക്കുമ്പോൾ തന്നെ ആ തടസ്സങ്ങളുടെ മുൻപാകെ വഴി അടഞ്ഞവനായിട്ട് പൗലോസ് കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയാകുന്ന ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്ത ആ ജ്ഞാനത്താൽ താൻ എഴുതിയ വാക്കുകളിൽ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകുമ്പോൾ സിംഹമുണ്ട്, മുൻപോട്ട് പോകുമ്പോൾ സർപ്പമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് ഇതെന്റെ ഡെഡ് എൻഡാണ്, ഇത് നമുക്ക് പുറകോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവിളി അനുസരിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയുടെ മുൻപാകെ സിംഹവും സർപ്പവും ഉണ്ടാകുമ്പോൾ അത് ഡെഡ് എൻഡ് അല്ല, ഇതിനപ്പുറം ഞാൻ പോകേണ്ടവനാണ്. ഈ തടസ്സത്തെ കണ്ടുകൊണ്ട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്ക് വരത്തില്ല. ഈ സിംഹത്തിനപ്പുറമായി ഞാൻ മുൻപോട്ട് പോകും, ഈ സർപ്പത്തിനപ്പുറമായി ഞാൻ മുൻപോട്ട് പോകും. കാരണം എന്നോട് വാക്ക് പറഞ്ഞവൻ ഇതിനെ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോസ്തലനാകുന്ന പൗലോസ് ജീവിതത്തിൽ പ്രയാസപ്പെടുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. കാരാഗ്രഹത്തിലായിരിക്കുന്ന, അതായത് ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസും ശീലാസും വളരെ മർദ്ദിക്കപ്പെട്ടു എങ്കിൽ തന്നെയും ആ രാത്രിയിൽ അവര് പ്രാർത്ഥിച്ച് പാടി ആരാധിക്കുവാൻ കാരണം, ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ഒരു ഊഹാഭോഗത്താൽ വന്നതുമല്ല. ഞാൻ ഏഷ്യയിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് മക്കദോന്യക്ക് പോക എന്ന് പറഞ്ഞ് വിട്ട ഒരു ദർശനം എൻ്റെ മുൻപിൽ നിൽപ്പുണ്ട്. ആ ദർശനപ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ ഈ സിംഹത്തെ കണ്ടുകൊണ്ട് ഞാൻ വഴി പുറകോട്ട് മാറത്തില്ല, ഈ സർപ്പത്തെ കണ്ടുകൊണ്ട് പുറകോട്ട് മാറത്തില്ല, ഈ കാരാഗ്രഹത്തെ കണ്ടുകൊണ്ട് ഞാൻ പിന്മാറത്തില്ല, ഈ ചങ്ങലെ കണ്ടുകൊണ്ട് ഞാൻ പിന്മാറത്തില്ല. കാരണം ദർശനം തന്ന ഒരുവനുണ്ട്, ആ ദർശനം പൂർത്തീകരിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ആകിയാൽ ഈ എതിർപ്പുകളും ഈ തടസ്സങ്ങളും ഈ മർദ്ദനങ്ങളും ഒന്നും എന്റെ ദർശനത്തിന് തടസ്സമാകത്തില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരികയില്ല. ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ദൈവം എന്നോട് പറഞ്ഞൊരു അരുളപ്പാടുണ്ട്. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു ദൂതുണ്ട്. ആ ദൂതിന്റെ മുൻപാകെ ഞാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും.
അപ്പോൾ അതൊരു ദർശനമായിരുന്നു. ആ ദർശനമാണ് വലുത്, ഈ മർദ്ദനമല്ല വലുത്. അദർശനമാണ് വലുത്, ഈ ചങ്ങലയല്ല വലുത്. അദർശനമാണ് വലുത്, കാലാമത്തിൽ കിടക്കുന്നു എന്നുള്ളതല്ല വലുത്. അദർശനമാണ് വലുത്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 27-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 27-ന്റെ 23 മുതൽ. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനാകുന്ന പൗലോസിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയില് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട്, അതായത് കൊടുങ്കാറ്റിനാല് ആടി ഉലഞ്ഞ് എല്ലാവരും ഈ ജലാശയത്തിൽ, അതായത് ഈ കടലിൽ താണു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ അന്ന് രാത്രി, അതായത് നീണ്ട 14 രാത്രിയിൽ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നിലകളിലായിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, പൗലോസെ, ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് നീ പോകത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കപ്പലിനെ നോക്കരുത്. കപ്പൽ തകരുമോ തകരാതിരിക്കുകയോ അത് നിന്റെ കാര്യമല്ല. പക്ഷെ നിന്റെ ജീവനെ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ ജീവൻ മാത്രമല്ല, നിന്നോട് കൂടെയുള്ള യാത്രക്കാർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആകയാൽ നിന്റെ ആശ്രയം ഈ കപ്പലാകരുത്. നീ കപ്പലിനെ നോക്കി നിൽക്കരുത്. കപ്പലിന്റെ ഒരു പലക ഇളകുമ്പോൾ നിന്റെ പ്രത്യാശ മാറിപ്പോകരുത്. കപ്പൽ ഒന്ന് ആടി ഉലയുമ്പോൾ വാവിട്ട് കരയരുത്. കപ്പലല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് അറിയാമോ? നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. നീ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടതാണ്. കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ സമുദ്രം മുഴുവൻ സുനാമി പോലെ അടിച്ചാൽ എനിക്ക് വിഷയമില്ല. ഹല്ലേലൂയ. 100 കണക്കിന് വമ്പൻ സ്രാവുകൾ എന്റെ ചുറ്റും തന്നാൽ അത് എനിക്ക് പ്രശ്നമല്ല. കാര്യം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളോട് ഓരോരുത്തരോടും ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ഈ ആയുസ്സിൽ കാണേണ്ട നന്മകളുണ്ട്, ഈ ആയുസ്സിൽ അനുഭവിക്കേണ്ട നന്മകളുണ്ട്. അല്ല, നമ്മുടെ തലമുറകളുടെ നന്മകളും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ ഒന്നല്ല മറ്റൊരു നിലയിലുള്ള രോഗങ്ങളാകട്ടെ, ഒന്നല്ല മറ്റൊരു നിലയിലുള്ള വിഷമങ്ങളാകട്ടെ, എന്ത് വന്നാലും ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയുമോ? ഈ സമുദ്രത്തിൽ ഞാൻ തീരേണ്ടവരല്ല. എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, കൈസരുടെ മുൻപാകം നിൽക്കേണ്ടവരാണ്. ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്റെ തലമുറയുടെ നന്മയും ഞാൻ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്, ആ ഉറപ്പിലാണ്. എതിർപ്പുകൾ എന്തെല്ലാം വന്നാലും അതൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമല്ല. ഏത് ടൈപ്പ് എതിർപ്പാണോ അതൊന്നും എനിക്ക് വിഷയമല്ല. ഇതൊരു എതിർപ്പും എന്റെ ദൈവമേൽപ്പിച്ച ദൗത്യത്തിന് തടസ്സമാകത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ എന്റെ ഓർമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. നിങ്ങൾ എന്റെ കയ്യേലെ പ്രൈസർ എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ഈ കാലം കൊണ്ട് ഞാൻ നടന്നു പോയി ശുശ്രൂഷിക്കും. നിങ്ങൾ എന്നെ എത്ര കയ്യേൽ എന്തോ വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ ഈ കൈ കൊണ്ട് ലേഖനങ്ങൾ ഞാൻ എഴുതും. നിങ്ങൾ എന്തെല്ലാം എന്നെ ചെയ്താലോ അതെല്ലാം ചേമ്പലെ വെള്ളം വീണതുപോലെയുള്ളൂ. എന്റെ ശിരസ് മുതൽ പാദം വരെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ഇയ്യോവിനുള്ളതിന് മേലും വേലി കെട്ടി സൂക്ഷിച്ചുവെങ്കിൽ എന്റെ ആരോഗ്യത്തിന്റെ മേല്, എന്റെ ഞാടി നരമ്പുകളിൽ മേല്, എന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ മേല് ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു ശക്തിക്കും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. എന്റെ ആരോഗ്യത്തെ തകർക്കുവാൻ കഴിയത്തില്ല. എന്റെ മേൽ വ്യാപരിക്കുന്ന പുനരുദ്ധാരത്തിന് ശക്തിയാണ്.
Praise the Lord. Praise the Lord. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കും. അപ്പോസ്തല പ്രവൃത്തി അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിൽ സാക്ഷീകരിക്കേണ്ടതാകുന്നു. മതി. വളരെ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുകയാണ്. ആ അധ്യായം മുഴുവൻ നാം വായിച്ചു കഴിഞ്ഞാല് ഒരവസരം കിട്ടിയാൽ, പൗലോസിനെ ഒന്ന് പിടിക്കാൻ ഒരു സാഹചര്യം കിട്ടിയാൽ പിച്ച് ചീന്തത്തക്കവണ്ണമാണ് ആക്രോശത്തോടെ നിൽക്കുകയാണ്. ആ സൈന്യാധിപനും ഒക്കെ വളരെ ബന്ധപ്പെട്ടാണ് പൗലോസിന് സുരക്ഷിതത്വം ഒരുക്കുന്നത്. ഒരണുവേട പഴുതുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൽ അത് തൊടാൻ കിട്ടിയെങ്കിൽ പിന്നെ പൗലോസ് ജീവനോടെ നിൽക്കത്തില്ല. അത്ര നിലയായിരിക്കുമ്പോൾ ഒരു പക്ഷേ മാനസികമായിട്ട് അല്പം സംശയം പൗലോസിന് വന്നു കാണുമായിരിക്കാം. പൗലോസിനോട് പറയാണ്, ഇതൊന്നും കണ്ടുകൊണ്ട്, ഈ എതിർപ്പൊന്നും കണ്ടുകൊണ്ട് ഭാരപ്പെടരുത് കേട്ടോ. ഈ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ഭാരപ്പെടരുത് കേട്ടോ. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടവനാണ്. നിന്നെ പറ്റിയുള്ള എന്റെ പദ്ധതി ഇവിടം കൊണ്ട് തീരുന്നതല്ല കേട്ടോ. നിന്നെ പറ്റിയുള്ള പദ്ധതി ഈ ജനക്കൂട്ടം നിന്നെ വലിച്ചു കീറാൻ നിൽക്കുകയല്ല. നിന്നെ പറ്റിയുള്ള പദ്ധതിയുടെ ഭാഗം നീ യെരൂശലേമിൽ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടവനാണ്. ഒന്നല്ല, പല പ്രാവശ്യം പൗലോസിനോട് ദൈവം ദർശനത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പൗലോസിനോട് ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. രാത്രി ദർശനത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിൽ തന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പൗലോസിനറിയാം, ഈ വഴിയിൽ കിടക്കുന്ന സിംഹത്തെ കണ്ടുകൊണ്ടൊന്ന് ഞാൻ പിന്മാറത്തോന്ന്, നീ അവിടെ കിടക്കും. എബ്രായ ലേഖനം എടുക്കണ്ട 11-ാം അധ്യായത്തില് അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു. സിംഹം അവിടെ നിന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്തില്ല. സിംഹത്തെ തല്ലിക്കൊന്നിട്ടുമല്ല പോയത്. മുൻപോട്ട് പോകുമ്പോൾ സിംഹം അവിടെ വായു അടച്ചു നിൽക്കും. എന്ന് പറഞ്ഞാൽ ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ വീണപ്പോൾ സിംഹം അന്ന് വാ തുറന്നില്ല. അതേ നിലയിൽ ദർശനം തന്ന ഒരു ദൈവത്തിന്റെ പൈതല്, അരുളപ്പാട് കിട്ടിയ ഒരു ദൈവത്തിന്റെ പൈതല് കഴിഞ്ഞ രാത്രിയിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണെന്ന് വിശ്വസിക്കുക. മനസ്സിന് ഭാരപ്പെടുത്തുന്ന ഏതോ ഒരു വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. രാവിലെ ആയപ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് മയങ്ങിയപ്പോഴായിരിക്കാം ദൈവം ഒരു വാക്ക് തന്നു. അത് ധൈര്യപ്പെടുത്തുന്നതാണ്, അത് ബലപ്പെടുത്തുന്നതാണ്. പക്ഷെ രാവിലെ ആയപ്പോൾ കേട്ട വാർത്തയെന്ന് പറയുന്നത് ആകെ നിരാശപ്പെടുത്തുന്നു. ഉടനെ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അതവിടെ കിടക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ഞാൻ വളരെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം എന്നോട് വാക്ക് പറഞ്ഞു, ആ വിഷയത്തിന്മേൽ മറുപടി ഉണ്ടെന്ന്. ആകെയാൽ ഈ ഓലപ്പാമ്പ് കണ്ടുകൊണ്ട് എന്നെ പേടിപ്പിക്കണ്ട കേട്ടോ. എന്റെ വിഷയത്തിന് മേൽ ദൈവം മറുപടി തന്നിരിക്കുകയാണ്. എന്റെ വിഷയത്തിന്മേൽ ദൈവം മറുപടി തന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഞാൻ മുൻപോട്ട് പോകുന്നതിന് തടസ്സമായിട്ട്, എന്റെ വാഗ്ദത്തം ഞാൻ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് മുൻപ് നിൽക്കുന്ന സിംഹം എന്തായിരുന്നാലോ അതിനെ ഓർത്തുകൊണ്ട് ഞാൻ അവിടെ മാറി നിൽക്കത്തില്ല. ഞാൻ മുൻപോട്ട് കാലുകൾ വെക്കും. മുൻപോട്ട് കാലുകൾ വെക്കും. അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ സിംഹം വായ അടച്ചു നിൽക്കുന്നതായിട്ട് കാണുവാനിടയായി തീരോ. പിന്മാറുന്നവരെ പറ്റി ദൈവത്തിന് പ്രതീക്ഷയില്ല. മുൻപോട്ട് കാലുകൾ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി വെക്കുന്ന ദൈവമാണ്. അവർക്ക് വേണ്ടി ദൈവം തീയുടെ ബലം കടത്തുന്ന ദൈവമാണ്. അവരുടെ മുൻപിൽ ദൈവം മലകളെ നിരപ്പാക്കുന്ന ദൈവമാണ്. പൗലോസ് തന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ദൈവം എനിക്ക് ശുശ്രൂഷയ്ക്കുള്ള ഒരു വഴി തുറന്നു. ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളത് എന്ന് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ദൈവം എനിക്കൊരു വാതിൽ തുറന്നു. ആ വാതിലിനെ പറ്റി അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത് വലുതും സഫലവുമായ ഒരു വാതിലാണ്. ചെറിയ ഒരു വാതിലല്ല, വലിയ ഒരു വാതിൽ. മാത്രവുമല്ല അതെന്തോമാണ്? സഫലവുമായൊരു വാതിലാണ്. വലുതെന്ന് മാത്രവുമല്ല, സഫലവുമായ വാതില്.
ഈ കൃഷിക്കാർക്കറിയാം, നല്ല കറുത്ത മണ്ണ്, ആ മണ്ണിൽ മഴ പെയ്ത് അങ്ങോട്ട് വിളവിറക്കി കഴിഞ്ഞാൽ ഒരു വളത്തിൻ്റെയും ആവശ്യമില്ല. പ്രൈസലോ എന്നാ വിളവായിരിക്കും കിട്ടുന്നത്? കാരണം പ്രൈസലോ കറുത്ത മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. അവിടെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അവിടെ അങ്ങോട്ടങ്ങ് വിതച്ചാൽ മാത്രം മതി, കൊയ്തെടുക്കുന്നത് 100 മേനിയായിരിക്കും. അതുപോലെ സഫലമായ ഒരു വാതിലാണ് ദൈവം എനിക്ക് തുറന്നിരിക്കുന്നത്. പ്രൈസലോ ദൈവം എനിക്ക് ഇരിക്കുന്ന വഴിയെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് വലുതാണ്, അത് സഫലവുമായതാണ്. പക്ഷേ എതിരാളികൾ മുന്നിലുണ്ട്. എതിരാളികൾ മുന്നിലുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നില്ല. വലുതും സഫലവുമായ വാതിലായതുകൊണ്ടാണ് എതിരാളികൾ ഉള്ളത്. എതിരാളികൾ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വിചാരിച്ചു കൊള്ളണം, ഇത് ദൈവത്താൽ കിട്ടിയതാണ്. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളണം, ഇത് ദൈവത്താൽ തുറക്കപ്പെട്ട വാതിലാണ്. മനസ്സിനെ മടുപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിചാരിച്ചു കൊള്ളണം, ഇത് ദൈവത്താൽ ആരംഭിച്ചതാണ്. പുറകോട്ട് പോകുമ്പോഴുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളണം, ഇത് ദൈവം തന്ന പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇത് അനുഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ശത്രു ഒരുക്കുന്ന തന്ത്രങ്ങളാണ്. നമുക്ക് പോയേക്കാം, നമുക്ക് പുറകോട്ട് പോയേക്കാം, നമുക്ക് ഗിവ് അപ്പ് ചെയ്തേക്കാം, നമുക്ക് മറ്റൊന്ന് തുടങ്ങിയേക്കാം. മറ്റൊന്നായിരിക്കാം ദൈവഹിതം അല്ല. ദൈവം തുറന്നതിനാണ് ശത്രുവിന്റെ പോരാട്ടമുള്ളത്. വലുതും സഫലവുമായ ഒരു വാതിലാണ്. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ഈ വാഗ്ദത്ത ദേശം വിട്ട് നീ പോകരുത്. ആ വാക്കനുസരിച്ച് ഇസഹാക്ക് അവിടെ തന്നെ നിന്നു. ക്ഷാമമാണ്, മഴ പെയ്തിട്ട് നാളുകളായി. മഴ പെയ്യാത്തതും ക്ഷാമവും രണ്ടും രണ്ടാ. അതായത് ഒരു 3-4 മാസം ഒരു തുള്ളി വെള്ളം പോലും പെയ്തില്ലെങ്കിൽ പിന്നെ ആ ഭൂമി എങ്ങനെ ഇരിക്കും? ആകെ വിണ്ട് കീറിയാണ് ഇരിക്കുന്നത്. ക്ഷാമമാണ്. 1-2 മാസം പെയ്യാതിരിക്കുകയല്ല, 5-6 മാസമായിട്ട് മഴയില്ല. ആ നിലയിലായിരിക്കുന്ന നിലയിലും ഇസഹാക്കിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഏതായാലും ദൈവം പറഞ്ഞല്ലോ എന്നോട് ഇത് പോകരുതെന്ന് പറഞ്ഞല്ലോ. എൻ്റെ പിതാവിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ മാതാവിന്റെ 89ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ മാതാവിന്റെ ഹൃദയത്തിൽ രൂപീകൃതമായത്. എന്റെ മാതാവിന്റെ 89ാമത്തെ വയസ്സില് ഞാൻ ഗർഭം ധരിച്ച് കൈക്ക് യാതൊരു കുഴപ്പമില്ല, കാലിനൊരു കുഴപ്പമില്ല, ശാരീരികവും മാനസികവും ബുദ്ധിപരമായി യാതൊരു വൈകല്യവും ഇല്ലാത്തവനായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്നുവെങ്കിൽ, ഈ ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇവിടെ നിൽക്കുവാൻ ദൈവം പറഞ്ഞുവെങ്കിൽ, ഇവിടെ ഒരു വിളവെടുപ്പുണ്ട്, ഇവിടെ ഒരു കൊയ്ത്തുണ്ട്, ഇവിടെ ഒരു നന്മയുണ്ട്. കാരണം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്റെ അനുഭവമാണ്. എന്റെ മാതാവിന്റെ 89ാമത്തെ വയസ്സിൽ ഗർഭം ധരിച്ച് 90ാമത്തെ വയസ്സിലാണ് പ്രസവിച്ചുവെങ്കിൽ ആ ദൈവം ഇന്നും ജീവനോടുണ്ട്. ആ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക. ആകെയാ മഴ പെയ്യുന്നത് കണ്ടോണ്ട്, മഴ പെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഏതായാലും വിതയ്ക്കുക. മഴ പെയ്തിട്ട് വിതയ്ക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. മഴ പെയ്യോ പെയ്യാതിരിക്കുക എനിക്ക് വിഷയമല്ല. എന്നോട് പറഞ്ഞ് ഇവിടുന്ന് എന്ത് ചെയ്യരുത്, പോകരുത്. എന്നാ പിന്നെ വിതച്ചേക്കാം. നാട്ടുകാരും കാണുന്നവരൊക്കെ പറയും എന്നാ മണ്ടനാണ്, ഒന്നാമത് മഴ പെയ്തില്ല, അതും ഈ വറചട്ടിക്കകത്തോണ്ടിരുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കില്ലാത്തൊരു ദർശനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? എന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കിയ ദൈവം ഇന്നും ജീവനോടുണ്ട്. ക്രൈസ്തവരോടാൽ അംഗവൈകല്യം ഉള്ളവനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഇവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു പോകരുത്, ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു. ക്രൈസ്തവരോ അങ്ങനെയാണെങ്കിൽ മഴ വരുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ക്രൈസ്തവരോട് ദൈവമല്ലിയ ഭൂമിയെ സൃഷ്ടിച്ചത്. ക്രൈസ്തവ ആ ആണ്ടിൽ എത്ര മീന് കൊയ്തെടുത്തു? ക്രൈസ്തവ പകൽക്കാലം കൈ ഉയർത്തിയെന്ന് പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിന് വല ഇറക്കിയാൽ വല കീറുമാറാണ്. ദൈവത്തിന്റെ വാക്കിന് വിതച്ചാൽ 100 മേനിയാണ്. ദൈവത്തിന്റെ വാക്കിന് ക്രൈസ്തവ ആളുകളെ പന്തി ഇരുത്തിയാൽ ഭക്ഷിച്ച് 12 കൊട്ട ക്രൈസ്തവരോട് ആളുകൾ ശേഷിപ്പിച്ചെടുക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ വാക്കിന് ക്രൈസ്തവ വല ഇറക്കിയാൽ അത് അത്ഭുതം നടക്കുന്നുവെങ്കിൽ നാളെ ഈസ്റ്റർ ക്രൈസ്തവ നാളെ ഈ പട്ടണത്തില് ക്രൈസ്തവ ശേഖരം ഒരു സേയ ഗോതമ്പുമാവും ശേഖരം 2 സേയ യവ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കും. ആ ദൈവം ഇന്നും
ജീവനോടുണ്ട്. ആ ദൈവം ഇന്നും ജീവനോടുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വലുതും സഫലവുമായതാണ്. എതിർപ്പുകളെ കണ്ടുകൊണ്ട് നാം പിന്മാറുകയാണെങ്കിൽ ആ നന്മ നഷ്ടപ്പെട്ടു പോകും. എതിർപ്പുകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥന മടുത്തു പോയാൽ ആ നന്മ നഷ്ടപ്പെട്ടു പോകും. എതിർപ്പുകളെ കണ്ടുകൊണ്ട് ഉപവാസം നിർത്തിയാൽ ആ നന്മ നഷ്ടപ്പെട്ടു പോകും. എതിർപ്പുകളെ കണ്ടുകൊണ്ട് പിന്മാറാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നന്മ കൈവിട്ടു പോകും. ആകയാൽ ഇന്ന് പകലില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എതിർപ്പുകളെയല്ല കാണേണ്ടത്. അത് എത്രയോ ആയിരിക്കട്ടെ, 7 മടങ്ങ് തീയ 70 മടങ്ങാകട്ടെ, അതും എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ നെബൂഖദ്നേസറിനെ അല്ല ട്രസ്റ്റ് ചെയ്യുന്നത്. ഈ തീയെ കണ്ടുകൊണ്ടല്ല, തീയെ നിർമ്മിച്ച ദൈവത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? എന്റെ മുൻപിൽ ദൈവം തുറന്നിരിക്കുന്നത് വലുതും ഫലവത്തുമായ ഒരു വാതിലാണ്. ദൈവം തുറന്നിരിക്കുന്ന വാതില് വലുതും സബലവുമായ ഒരു വാതിലാണ്. അത് ഫലപ്രാപ്തിയുള്ള ഒരു വാതിലാണ്. അത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും വരും തലമുറയിൽ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഭക്ഷിച്ച് കുടിക്കത്തക്കവണ്ണമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട നന്മയാണ് ദൈവം തുറന്നത്. അതിന്റെ മുൻപിൽ ഒരിക്കൽ കണ്ണുനീരുകളുണ്ട്. അതിന്റെ പിൻപിൽ ഒരിക്കൽ കണ്ണുനീരുകളുണ്ട്. അതിന്റെ മുൻപിൽ മുഴങ്കാൽ മേൽക്കുന്ന ദിനങ്ങളുണ്ട്. അതിന്റെ മുൻപിൽ ഉപവസിച്ച ദിനങ്ങളുണ്ട്. ആകെ ദൈവം ഒരുക്കി തന്ന നന്മയാണ് അത്. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുമാടുകൾ എല്ലാം കുടിച്ചു തൃപ്തിയാകുമ്പോൾ ഈ താഴ്വരെ ഞാൻ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. നിങ്ങൾ മാത്രമല്ല കുടിക്കുന്നത്, നിങ്ങളുടെ മൃഗസമ്പത്തും കുടിക്കത്തക്കവണ്ണോ ഞാൻ കുഴികളെ എല്ലാം നിറയ്ക്കാൻ പോകുകയാണ്, കവിഞ്ഞൊഴുകാൻ പോകുകയാണ്. കുഴിക്കകത്ത് മാത്രം നിറയുന്നതല്ല. ആകയാൽ ഇന്ന് പകലാല് ശത്രു ഒരുക്കിയ തന്ത്രങ്ങളിൽ വീഴരുത് കേട്ടോ. മുൻപിലെ തടസ്സങ്ങൾ കണ്ടുകൊണ്ട് ഭാരപ്പെടരുത് കേട്ടോ. വലുതും സമരവുമായ ഒരു വാതിലാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉറവയാണ്. ആ ഉറവയ്ക്ക് നേരെ ഇസ്ഹാക്കിന് വെല്ലുവിളികൾ ഉണ്ടായി. തൻ്റെ പിതാവ് കുഴിച്ച കിണറുകളൊക്കെ കല്ലിട്ട് അതൊക്കെ എടുത്തു. ഉടനെ അവകാശം വെച്ച ആള് വന്നു. പക്ഷേ ഇസ്ഹാക്ക് എന്ത് ചെയ്തില്ല? ഒരു വാശിക്കോ ഒരു എതിർപ്പിനോ പോയില്ല. എന്താ കാര്യം എന്നറിയാമോ? ഒരു കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വിസ്തീർണം കാണും. പറഞ്ഞാണ്ട് അതേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ദേശം മുഴുവൻ ദൈവം എനിക്ക് തന്നിരിക്കുക. പിന്നെ ഞാൻ ഈ ചെറിയ വട്ടത്തിന് വേണ്ടി അത് അവരായിട്ട് കിടക്കുന്നത്. അടുത്തടുത്ത് ചെന്നപ്പോൾ അവിടെ മടക്കും എനിക്ക് ഇത് മുഴുവൻ എനിക്ക് തീരാധാരമായിട്ട് തന്നിരിക്കുക. പിന്നെ ഞാൻ ഈ ഇട്ടാപ്പെട്ട സ്ഥലത്തിന് വേണ്ടി ഞാൻ ചുമ്മാതെ എൻ്റെ കൃപ നഷ്ടപ്പെടുന്ന വാക്കുകളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഇവിടുന്ന് കുഴിക്കട്ടെ. പ്രൈസലോ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത്തത് കഴിഞ്ഞു. പ്രൈസലോ. പിന്നെ അവരെന്ത് ചെയ്തില്ല? ശല്യത്തിനും അതിന് രഹബോത്ത് പേരിട്ടു. ദൈവം എനിക്ക് വിശാലത തന്നു. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കാഴ്ചപ്പാടില്ലാത്തവൻ ഈ ഇത്രയും വെള്ളം കിണറ് ഇത് മുഴുവൻ എൻ്റെ പിതാവ് എൻ്റെ അപ്പച്ചൻ ദൈവം തീറാധാരം തന്നിരിക്കുക. ഈ ദേശം മുഴുവൻ തന്നിരിക്കുക. ഇത് ഇത് മുഴുവൻ എനിക്ക് കുഴിക്കാനായിട്ട് ഇത് മുഴുവൻ എൻ്റേതാണ്. ഇതാണ് കാഴ്ചപ്പാടുള്ളവൻ. കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതാണല്ലോ പറഞ്ഞത്. നമ്മുടെ ആത്മീയ കണ്ണിന് കാഴ്ച ഉണ്ടായിരിക്കണം, നമ്മുടെ ജഡപ്രകാരമുള്ള കണ്ണിന് കാഴ്ച ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഭേദാഭേദങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവര് പ്രൈസ്തലോട് ഒരു വാക്കിന് 2 വാക്ക് മറുപടി പറയും. അവരവിടെ കുഴിക്കട്ടെ. പ്രൈസ്തല അവർ വല്ലം കൂടി ഈ ദേശം മുഴുവൻ ദൈവം എനിക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര മൈലാണെന്ന് അറിയാമോ? പ്രൈസ്തലോട്. ഹല്ലേലൂയ. പ്രൈസ്തലോട് എത്രയാണ് അതിന്റെ നീളം വീതമെന്ന് അറിയാമോ? ഞാൻ പിന്നെ എന്തിനാ ഈ കൃപ നഷ്ടപ്പെടുന്ന വാക്കുകൾ പറയുന്നത്? പ്രൈസ്തല. ദർശനം നഷ്ടപ്പെട്ടവരാണ് വാക്കിന്മേൽ വാക്ക് പറയുന്നത്. ദർശനം നഷ്ടപ്പെട്ടവരാണ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. ദർശനം ലഭിച്ചവനറിയാം എനിക്ക് പറഞ്ഞ ദൈവം നടത്തി തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എതിർപ്പുകളെ വകവയ്ക്കാതെ, എതിർപ്പുകൾ ശക്തമായ എതിർപ്പുകളാണ് പൗലോസിന് നേരെ വന്നത്. ആ എതിർപ്പുകളെ ഒന്നും പൗലോസ് എന്ത് ചെയ്തില്ല? കാര്യമാക്കിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിക്കുവോളം ഈ നഗരം വിട്ടു പോകരുത്. ഈ ശക്തി മതി ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ. അത് രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, അത് എതിർക്കുന്നവരെ മാറ്റുക മാത്രമല്ല,
കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ അളക്കും. അത് ചങ്ങലെ അഴിച്ചു കാലാമത്തിൽ നിന്ന് മാറുവാനിടയായി തീരും. കാരണം ഈ ശക്തി എല്ലാത്തിനും മതി. ഇത് രോഗിയെ സൗഖ്യമാക്കുക മാത്രമല്ല, ചെകിടിന് കാഴ്ച കൊടുക്കുക മാത്രമല്ല, നിന്റെ യാത്രയ്ക്ക് തടസ്സം നൽകുന്ന പർവ്വതങ്ങൾ ഇത് ചിഹ്ന ഭിന്നമാക്കും. നിന്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന അന്യായ ശക്തികൾ ഇത് തകർക്കുവാനിടയായി തീരും. നിന്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനും തകർക്കുവാനിടയായി തീരും. ഈ അത്യന്ത ശക്തി ഉണ്ടായിരിക്കണം. എതിർപ്പുകളുടെ മുൻപിൽ പിന്മാറിയ പൗലോസ് ആണെങ്കിൽ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അരുളി ചെയ്തവനെ വിശ്വസിച്ച് മുൻപോട്ട് കാലുകൾ വെച്ച് പൗലോസ് പറയുകയാണ്, ഒത്തിരി അടിയും ഒത്തിരി മർദ്ദനം ഞാൻ സഹിച്ചു, പക്ഷെ ഇന്ന് വരെയും എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാലിനും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫിനിഷിങ് ആയിരിക്കുന്നു. നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം. ഇനി ഞാൻ പോവുകയാണ് കേട്ടോ. ഹാലേലൂയ. യാത്ര ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഹാലേലൂയ. യാത്ര തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മിഷൻ കംപ്ലീറ്റഡ് ആയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്നുള്ള ആ വാക്കിന് പ്രൈസ് ദി ലോർഡ് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുറമുഖത്ത് വന്ന കപ്പല് ദീർഘനാളുകളായി അവിടെ ആയിരിക്കുകയാണ്. അത് ചരക്ക് ഇറക്കണം, പിന്നെ ചരക്ക് എന്ത് ചെയ്യണം? കേട്ടണം. അതിന് 1-2 ആഴ്ചയൊന്നുമല്ല, ദീർഘനാളുകൾ ചിലപ്പോൾ എടുത്തത് വന്നേക്കും. ഇന്നത്തെ പോലെ അത്യന്താധുനികമാകുന്ന ക്രെയിൻ സംവിധാനങ്ങൾ ഒന്നുമില്ല. മനുഷ്യരാണ് എടുക്കുകയും ഇറക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചില നാളുകളായിട്ട് തുറമുഖത്തിരിക്കുന്ന കപ്പല് സാധനങ്ങളെല്ലാം ഇറക്കി, സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് നങ്കൂരം എടുത്ത് പോകുന്ന വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഞാൻ ഈ തുറമുഖത്ത് നിന്ന് ഞാൻ മറ്റൊരു തുറമുഖത്തേക്ക് പോകുകയാണ്. ഈ തുറമുഖത്ത് ദൈവം ആക്കിയതിന്റെ പിൻപിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ തുറമുഖത്ത് ഈ ആക്കിയതിന്റെ ഉദ്ദേശം അറിയാതെ കൊണ്ട് ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവകൃപയാൽ ദൈവം എന്നെ പിടിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ഈ മാർഗത്തെ ഇല്ലാതാക്കിയവനാണ്, ഈ മാർഗത്തെ മുടിച്ചുകൊണ്ടിരുന്നവനാണ്. എന്നാൽ ഞാനത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തുകൊള്ളും എന്ന് എന്നെ എണ്ണി വിശ്വസ്തനെന്ന് എണ്ണി എന്നെ പരമേൽപ്പിച്ചു. അങ്ങനെ വളരെ ഭയത്തോടെ വളരെ വിറയലോടുകൂടെ വിശ്വസ്തത തെളിയിച്ചിട്ടല്ല എന്നെ വിളിച്ചത്, വിശ്വസ്തനെന്ന് എണ്ണി എന്നെ തെളിയിച്ചതായതുകൊണ്ട് വിശ്വസ്തനെന്ന് എണ്ണി എന്നെ പരമേൽപ്പിച്ചത് കൊണ്ട് ഹല്ലേലൂയ ഞാനത് വിശ്വസ്തയോടെ നിൽക്കുവാനിടയായി തീർന്നു. എന്റെ മേലൊരു ദൈവകൃപയുണ്ടായിരുന്നു. ആ ദൈവകൃപ നഷ്ടമാക്കുന്ന ഒന്നും ഞാൻ ചെയ്തില്ല. നിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മറ്റൊരു തുറമുഖത്തേക്ക് പോവുകയാണ്. അവിടെ പ്രവർത്തിക്കാനായിട്ടല്ല പോകുന്നത്, എനിക്ക് വേണ്ടിയുള്ള പ്രതിഫലം വാങ്ങിക്കുക. അതെനിക്ക് മാത്രമല്ല, വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രതിഫലമുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. പകലില് നമ്മുടെ മുൻപിലത്തെ എതിർപ്പുകളെ നോക്കരുത് കേട്ടോ. വാഗ്ദത്തം ചെയ്തവൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്നേഹമേറിയ പിതാവേ, അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ നന്ദിയോടെ